ഋഷിമാർക്ക് വരെ രാത്രി പുറത്തിറങ്ങാൻ പേടിയാണ്. സമർപ്പണം. അളവില്ലാതെ പിച്ചി ചീന്തപ്പെടുന്ന പെൺജന്മങ്ങൾക്ക് ഒരു മെഴുകുതിരി കത്തിത്തീരും വരെ മാത്രം സഹതാപവേഷം കെട്ടിയാടി എനിക്കിതൊരിക്കലും സംഭവിക്കില്ല എന്ന് ആശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും. പൊന്നൂ ഇങ്ങ് വാടി കാന്താൻ. അച്ഛൻ ഇന്ന് പോയി വരുമ്പോ മോക്കൊരു കോലുമിട്ടായി വാങ്ങിക്കൊണ്ട് വരുവോ? അച്ഛന്റെ പൊന്നു മക്കൾക്ക് അച്ഛനെല്ലാം വാങ്ങി വരാം. ആലുവാട്ടോണേരെ പോയി വരാം കേട്ടോ. ചേട്ടൻ എവിടേക്കായിരുന്നു? ചേട്ടൻ പോവാം. പൊന്നു അമ്മ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്. കഴിക്കണം, പഠിക്കണം, ചേട്ടൻ എടുത്തു കൊടുക്കണം. ചേട്ടൻ പോവാം. അയ്യോ അച്ഛൻ എവിടെയല്ലോ? അച്ഛൻ പുറത്തു പോയിരിക്കുക. എന്ത് പറ്റി? അറിയായിരുന്നു. എന്നാലും അങ്കിളുടെ സുന്ദരി കുട്ടിക്ക് അങ്കിൾ എന്താ കൊണ്ടുവന്നേന്ന് കണ്ടേ? ചോക്ലേറ്റ് എനിക്കാണ്. മോക്കിത് വലിയ ഇഷ്ടം. താങ്ക് യു. എന്താ ചെയ്യുന്നേ? എന്തിനെങ്ങനെയൊക്കെ തൊടുന്നേ? മോക്ക് പേടിയാ. മോളൊന്നും ചെയ്യല്ലേ. പേടിക്കരുത്. എന്തിനാ പേടിക്കുന്നേ? അങ്കിളല്ലേ. എനിക്ക് പേടിയാ. എന്നെ ഒന്നും ചെയ്യല്ലേ അമ്മേ. മിണ്ടാതിരിടി. ചത്തു. പോലീസ്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ അരങ്ങേറിയിരിക്കുന്നത്. നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം. എന്ത് പറയാനാ? കണ്ട ബംഗാളികളൊക്കെ ഇവിടെ വന്ന് താമസിച്ച ഇതൊക്കെ തന്നെ അവസ്ഥ. കർമ്മങ്ങൾ ചെയ്യേ നടക്കില്ല. അതും ഏതോ വന്യ നാട്ടിൽ നിന്ന് വന്ന കുട്ടിക്കായി നടക്കില്ല. എനിക്കും എന്റെ ഫോഴ്സിനും കുട്ടിയെ രക്ഷിക്കാനായെങ്കിലും ഞങ്ങൾ ക്രിമിനലിനെ കണ്ടെത്തി. ഞാനും എന്റെ പാർട്ടിയും ഇതിൽ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും എനിക്ക് വോട്ട് ചെയ്യണം. ചേട്ടാ നമ്മുടെ മോൾ കിട്ടി. കിട്ടിയോ? നമ്മുടെ മോൾ കിട്ടിയോ? ചേട്ടാ നമ്മുടെ മോൾ കിട്ടി. അവൾ ഉറങ്ങുക. ഉറങ്ങിക്കോട്ടെ. പുതച്ച്